കെ ഉസ്താദുമായ ഉസ്താദിന് ബന്ധമുണ്ടായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് തഫ്സീറൊക്കെ വരുന്ന സമയത്ത് തിൽക്ക വറാനി കുല്ലൂല അതുപോലത്തെ അങ്ങനത്തെ ചില ആയത്തുകളൊക്കെ പറയുന്ന സമയത്ത് കെ ഉസ്താദിനെ ഉസ്താദ് ഉദ്ധരിക്കാറുണ്ട്. എങ്ങനെയാണ് ഉസ്താദുമായിട്ടുള്ള ബന്ധം? കെ ഉസ്താദുമായിട്ട് ഒരു ഹാസായ ബന്ധമല്ല. ഒന്ന്, മൂപ്പരുടെ പ്രത്യേക ക്ലാസ്സുകളൊക്കെ ഉണ്ടാകുമ്പോൾ ആ ക്ലാസ്സിനൊക്കെ ഞാൻ പോകും. ഒരുപാട് ക്ലാസ്സിന് നമുക്ക് ഉസ്താദിന് ക്ലാസ്സിന് പങ്കെടുത്തിട്ടുണ്ട്. ദർസിലല്ല. അപ്പം ആ ക്ലാസ്സുകളിലൊക്കെ ബഹുമാനപ്പെട്ട പറയുന്ന കുറേ സംഗതികൾ കേൾക്കും. ചിലപ്പോൾ അതിൻ്റെ നക്കല് ചോദിച്ചാൽ മുമ്പ് അറിയില്ല. നക്കല് എവിടെ ഉണ്ടാകട്ടെ, നിനക്ക് എന്താ അർത്ഥമുണ്ടെങ്കിൽ പറഞ്ഞോ എന്ന് പറയും. അപ്പം ഇങ്ങനെ പല സംഗതിയും പിന്നെ നമ്മൾ നെസ് കണ്ടു, അതിൻ്റെ ഇബാറത്തൊക്കെ കണ്ടു. അപ്പം അത് മുമ്പറോട് പറയും, അതല്ലേ ഞാൻ സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദ പറയുന്നത്, അത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ വെറുതെ പറയുന്നില്ല, ഉലമാവ് പറഞ്ഞത് തന്നെ പറയണത്. അങ്ങനെ ഈക്കൻ്റെ പല ക്ലാസ്സും ഉണ്ട്. അതൊക്കെ അൽഹംദുലില്ലാ നമുക്ക് വളരെ അങ്ങേറ്റം കൂടുതൽ നഫയും ചെയ്തിട്ടുണ്ട്. യൂസുഫ് നബിയുടെ ചരിത്രം പറയുമ്പോൾ യൂസുഫ് നബി മാസൂമാണ്. അതിന് വിപരീതമായ രീതിയിൽ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം പറയുന്ന സമയത്ത് ഉസ്താദ് കെ ഉസ്താദിന്റെ സംഭവം പറയാറുണ്ട്. അതൊന്ന് പറയാമോ? അതായത് യൂസുഫ് നബി അലൈഹി സ്വലാം നബിയല്ലേ, നബിയായ ആള് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് തന്നെ മാസൂമാണെന്നാണ് നമ്മളെ അക്കീദ. നുബുവത്ത് കിട്ടിയത് മുതൽക്കല്ല, അതിന് മുമ്പ് തന്നെ മാസൂമാണ്. എന്നാൽ ഖുർആനിൽ പറഞ്ഞില്ല ഹമ്മത്ത് ബിഹി വഹമ്മ ബിഹാ. യൂസുഫ് അലൈഹി സ്വലാം സുലൈഖയെയും സുലൈഖ യൂസുഫ് അലൈഹി സ്വലാമിനെയും തമാടിത്തരം ചെയ്യാൻ കയറ്റിപ്പോയി എന്നാണ് ആ വാക്കിനർത്ഥം. പക്ഷേ അള്ളാഹുവിൻ്റെ തെളിവ് ബുർഹാൻ അങ്ങോട്ട് കിട്ടിയപ്പോൾ അതിൽ നിന്ന് മാറി എന്നാണ് നമ്മൾ ഈ തഫ്സീറിൽ അങ്ങനെ പറയരുത്. അതിനെക്കുറിച്ച് മൂപ്പരോട് ചോദിച്ചു ആ ക്ലാസ്സിൽ. നബിമാർ മാസൂമിയങ്ങളെന്നാണ്. അപ്പോൾ നുബുവത്തിന് മുമ്പും മാസൂമാവുമ്പോൾ യൂസുഫ് അലൈഹി സ്വലാം എങ്ങനെ ഒരു മാസിയത്തുകൊണ്ട് കരുതി സുലൈഖനെ ജിനാ ചെയ്യണമെന്ന് കരുതിയതല്ലേ ഇപ്പോൾ പറഞ്ഞ്? സുലൈഖനെ ജിനാ ചെയ്യാൻ എങ്ങനെ യൂസഫിൻ കരുതുക? അപ്പോൾ മൂപ്പർ പറഞ്ഞു, ആരുടെ അത് പറഞ്ഞ് ഈ കഴിച്ചു. അപ്പം മൗലവി പറഞ്ഞു, തഫ്സീറിൽ അങ്ങനെ ഉണ്ട്. ഏത് തഫ്സീറാ? ഏത് തഫ്സീർ? ആരും എഴുതിയ തഫ്സീറിലാ? അതുണ്ടാവുമോ? അതൊന്നുമില്ല. പിന്നെന്താ അതിൻ്റെ ശരിയായ രീതി അറിയോ? ബഹുമാനപ്പെട്ട് പറഞ്ഞു, അതിനർത്ഥം രണ്ടിടത്തും ഹമ്മത്ത് ബിഹി ഹമ്മ ബിഹ, രണ്ടിടത്തും ഹമ്മൻ്റെ മഫൂൽ പറയണില്ല, ഇന്നതിനെ കരുതി എന്ന് പറഞ്ഞില്ല. നിങ്ങൾ വെച്ചതാ രണ്ടിടത്തും പായസത്തിനെ കരുതി, അങ്ങനെയല്ല. പിന്നെയോ യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ പ്രതിഭാഗത്തുള്ളത് ആ പെണ്ണാണ്, സുലൈഖയാണ്. സുലൈഖ പായസത്തിനെ കരുതി. അപ്പം യൂസുഫ് അലൈഹി ഇസ്ലാം ഈ പെണ്ണിനെ അടിക്കാൻ കരുതി, പ്രതിരോധിക്കാൻ, അടികൊണ്ട് പ്രതിരോധിക്കും. ഇത് എവിടെ? അത് എവിടെയാവട്ടെ, അതിനെന്തായാലും അതുകൊണ്ടതിനകത്ത് എന്ന് പറഞ്ഞു മൂപ്പരന്ന്. കൊല്ലം 40-45 കൊല്ലായി. ഇപ്പം ഞാൻ ഈ ഇതിനെക്കുറിച്ച് എൻ്റെ തരീക്കത്താറുടെ ബുക്കുണ്ടാക്കിയപ്പോൾ അതിൽ ഇത് ഈ വിഷയം വന്നു. അതിൻ്റെ ജവാബ് പറയാൻ വേണ്ടി ഇങ്ങനെ പലതും തഴഞ്ഞു നോക്കിയപ്പോൾ ഞാനൊരു കിതാബുണ്ട്, അൽ ഇബ്രീസ് മിൻ ഉലൂമി ഷെയ്ഖ് അബ്ദുൽ അസീസ് എന്നാണ് ഈ പേര്. അത് അബ്ദുൽ അസീസ് പറഞ്ഞ വലിയൊരു ഷെയ്ഖ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് ചില ആയത്തുകളെ ഹദീസുകളൊക്കെ മഅന ഇഷ്കാൽ വന്ന മഅനകൾ ചോദിച്ചു. അഹമ്മദുൽ ഫാസി എന്നാണ്. അപ്പം ആ ചോദിച്ചപ്പോൾ മൂപ്പർക്ക് ലദുനിയായ ഇൽമിൽ കൂടെ കിട്ടിയ വിവരങ്ങളൊക്കെ ശേഖരിച്ചതാണ് ഈ കിതാബിൽ അൽ ഇബ്രീസ്. അപ്പോൾ ഇബ്രീസ് കണ്ടു ഞാനിത്. ഇബ്രീസിൻ്റെ ഈ ചോദ്യം പൈങ്കുൽ താപ്പെന്ന് ചോദിച്ചാൽ നുബുവത്തിന് മുമ്പന്നെ മാസൂമാകേണ്ട അമ്പിയാക്കൾ അപ്പം എങ്ങനെ
യൂസുഫ് അലൈഹി ഇസ്ലാം ഫാഹിഷത്തനൊക്കെ ചെയ്ത്. അപ്പം ഈക്ക അന്ന് പറഞ്ഞ 45 കൊല്ലം മുമ്പ് ഈക്ക് പറഞ്ഞ മറുപടിയാണ് ഇബ്ലീസിനെ അങ്ങോട്ട്. അപ്പോൾ ഈക്ക അന്ന് പറഞ്ഞത് എൻ്റെ അടിസ്ഥാനം നമ്മൾ കണ്ടു. ഈക്ക വെറുതെ പറയില്ല.